ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനമാണ് രാജ്യപുരോഗതിയുടെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 7 ദിവസത്തെ ഫ്രാൻസ് ബെൽജിയം സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പുറപ്പെട്ടു. നിലമ്പൂരിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച വിദ്യാർത്ഥിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. 41 കൊല്ലത്തിന് ശേഷം ഇന്ത്യ ബഹിരാകാശത്തേക്ക്. ആക്സിയം 4 ദൌത്യത്തിനായി ഇന്ത്യൻ സഞ്ചാരി ശുഭാംശു ശുക്ലയും സംഘവും മറ്റന്നാൾ പുറപ്പെടും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സ്പെയിനും പോർച്ചുഗലും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകൾ വഹിച്ച പരിവർത്തനാത്മകമായ പങ്കിനെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രത്തിലെ NDA സർക്കാർ 11 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ശാസ്ത്രം, വിദ്യാഭ്യാസം, കായികം, സ്റ്റാർട്ടപ്പുകൾ, സായുധ സേനകൾ എന്നിവയുൾപ്പെടെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ മികവ് പുലർത്തിയതായി അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ വഴി അന്തസ്സ് ഉറപ്പാക്കൽ, ജൻധൻ അക്കൌണ്ടുകൾ വഴി സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയവയിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന് സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചു. പെൺകുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യജ്ഞവും അദ്ദേഹം പരാമർശിച്ചു. ഫ്രാൻസ്, ബെൽജിയം എന്നിവിടങ്ങളിലേക്കുള്ള 7 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പുറപ്പെട്ടു. ഫ്രാൻസ് സന്ദർശന വേളയിൽ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. യൂറോപ്യൻ യൂണിയൻ ഉന്നത പ്രതിനിധി കാജ കല്ലാസുമായി ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ബെൽജിയം എന്നിവയുമായുള്ള ഇന്ത്യയുടെ സൌഹൃദവും സഹകരണവും കൂടുതൽ ആഴത്തിലാക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ചരിത്ര ദൌത്യമായ ആക്സിയം 4ന്റെ വിക്ഷേപണം മറ്റന്നാൾ. ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരാണ് 14 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെടുന്നത്. ഒരു റിപ്പോർട്ട്. നാസയുടെ 4ാമത്തെ മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്കൊരുങ്ങുകയാണ് ആക്സിയം 4. ഇന്ത്യ, അമേരിക്ക, പോളണ്ട്, ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബഹിരാകാശ യാത്രികരാണ് ആക്സിയത്തിലുള്ളത്. ഈ മാസം 10 രാവിലെ പ്രാദേശിക സമയം 8:22 ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക. അമേരിക്കയിൽ നിന്നുള്ള പെഗ്ഗി വിറ്റ്സനാണ് ആക്സിയം 4 സംഘത്തിന്റെ നെടുന്തൂൺ. 1984 രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ സഞ്ചാരത്തിനു ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യക്കാരനാകുകയാണ് ശുഭാംശു ശുക്ല. നാസയും ISROയും മറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് ആക്സിയം 4 ദൌത്യം ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സംഭവം തികച്ചും ദാരുണമാണെന്നും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കെണിവെച്ച കേസിൽ മുഖ്യപ്രതി വഴിക്കടവ് പുത്തരിപ്പാടം സ്വദേശി വിനീഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വന്യജീവി ആക്രമണം തടയുന്നതിനു വേണ്ടിയുള്ള മാർഗങ്ങളൊന്നും കഴിഞ്ഞ 3-4 വർഷമായി നടപ്പാക്കുന്നില്ലെന്ന് സംസ്ഥാന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. LDFനെ കടന്നാക്രമിക്കാൻ ദാരുണ സംഭവങ്ങൾ UDF രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വന്യജീവി പ്രശ്നങ്ങൾ നേരിടാനുള്ള കേന്ദ്ര സർക്കാർ സഹായങ്ങൾ അവഗണിച്ചാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ 2ാം ഘട്ട റാൻഡമൈസേഷൻ നാളെ നടക്കും. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ ദൌത്യത്തിലൂടെ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി തെളിയിക്കപ്പെട്ടതായും അദ്ദേഹം തമിഴ്നാട്ടിലെ മധുരയിൽ നടന്ന BJP പരിപാടിയിൽ പറഞ്ഞു. भाई और बहनों, मोदी जी ने स्पष्ट कहा है कि ऑपरेशन सिंदूर समाप्त नहीं हुआ है. आगे पर भी अगर कोई गोली चलाएगा तो उसका जवाब गोले से दिया जाएगा. അടുത്ത വർഷം തമിഴ്നാട്ടിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യകക്ഷികൾക്ക് വിജയം ലഭിക്കുമെന്ന് ശ്രീ ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ വേഗത്തിൽ പുരോഗമിക്കുന്നതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ. പുതിയ വിമാനത്താവളങ്ങൾ, ദേശീയപാതകൾ, വന്ദേ ഭാരത് പോലുള്ള ട്രെയിൻ സർവീസുകൾ എന്നിവയുൾപ്പെടെ അടിസ്ഥാന സൌകര്യ മേഖലയിൽ തമിഴ്നാടിന് നേട്ടമുണ്ടായിട്ടുണ്ടെന്ന് മധുരയിൽ BJP യോഗത്തിൽ ശ്രീ മുരുകൻ പറഞ്ഞു.
മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ ആരോപണം ഉന്നയിക്കുന്നതിലൂടെ സ്വന്തം പാർട്ടി നിയമിച്ച ബൂത്ത് ലെവൽ ഏജന്റുമാരെയും പോളിംഗ് ഏജന്റുമാരെയുമാണ് രാഹുൽ വിമർശിക്കുന്നതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. ഉത്തരാഖണ്ഡിലെ ഗർവാളിലെ അതിർത്തി സേനാ പോസ്റ്റുകൾ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സന്ദർശിച്ചു. ജ്യോതിർമഠം ആസ്ഥാനമായുള്ള ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഐബെക്സ് തരാന FM ജനറൽ ദ്വിവേദി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണിക്ക് ഇന്ന് 90ാം പിറന്നാൾ. 1936 ജൂൺ 8-നാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസിനെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. രാജ്യത്തിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ നാഴികക്കല്ലായി ഈ ദിനം ഓർമ്മിക്കപ്പെടുന്നു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ആകാശവാണിയുടെ ശബ്ദം ഇന്ന് 23 ഭാഷകളിലായി 591 സ്റ്റേഷനുകളിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി 12 മണിവരെ 52 ദിവസമാണ് നിരോധനം. തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ല. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ വിതരണം ഉറപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. എളുപ്പത്തിൽ വിളയുന്ന പഴങ്ങളും വിളകളും മുൻനിർത്തിയുള്ള വൈവിധ്യവൽക്കരണം കാർഷിക മേഖലയുടെ വികസനത്തിന് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബംഗളൂരുവിൽ നടന്ന വികാസ് കൃഷി സങ്കൽപ് അഭിയാനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു. हमको कृषि का विविधीकरण करके ऐसी कमलम जैसी फसलों की तरफ आना पड़ेगा. उगाना भी आसान है. इससे 3 फायदे हैं. एक, ऑर्गेनिक उत्पाद मिलेगा. दूसरे, इतने न्यूट्रिएंट है इसमें जो मनुष्य के स्वास्थ्य को बहुत बेहतर रखेंगे. तीसरे, इसमें आप 6-7 लाख रुपया भी हर साल कमा सकते हैं. 3 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള തെലങ്കാന മന്ത്രിസഭ വിപുലീകരിച്ചു. കോൺഗ്രസ് അംഗങ്ങളായ G. വിവേക് വെങ്കടസ്വാമി, A. ലക്ഷ്മൺകുമാർ, V. ശ്രീഹരി എന്നിവർ ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈദരാബാദിലെ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ തെലങ്കാന ഗവർണർ ജിഷ്ണു ദേവ് വർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതോടെ തെലങ്കാന നിയമസഭയിൽ മന്ത്രിമാരുടെ എണ്ണം 15ആയി. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോൾ ഫൈനൽ ഇന്ന്. സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള കലാശപ്പോരാട്ടം രാത്രി 12:30-നാണ്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിലാണ് മത്സരം. സ്പെയിനാണ് നിലവിലെ ജേതാക്കൾ. ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും സ്പെയിനിന്റെ യുവ സൂപ്പർ താരം ലമീൻ യമാലും നേർക്കുനേർ വരുന്നു എന്നതാണ് ഇന്നത്തെ ഫൈനലിന്റെ പ്രത്യേകത. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസ് കിരീടം ഇറ്റാലിയൻ സഖ്യത്തിന്. 2ാം സീഡായ സാറ എറാനി ജാസ്മിൻ പൌളിനി സഖ്യമാണ് കസാക്കിസ്ഥാൻ സെർബിയൻ ജോഡിയെ പരാജയപ്പെടുത്തി കിരീടം നേടിയത്. സ്കോർ 6-4, 2-6, 6-1. അസമിൽ വെള്ളപ്പൊക്കക്കെടുതിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതായി റിപ്പോർട്ട്. ഇതോടെ സംസ്ഥാനത്ത് ഫെറി സർവീസുകൾ ഉൾപ്പെടെ പുനരാരംഭിച്ചിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 30,000-ലധികം പേരാണ് അസമിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും ഇതുവരെ 23 പേർ മരിച്ചു. മെയ്തി സംഘടനയായ ആരാംബായി ടെങ്കോളിന്റെ നേതാവിനെ ഇംഫാൽ വിമാനത്താവളത്തിൽ CBI അറസ്റ്റ് ചെയ്തു. 2023-ലെ മണിപ്പൂർ അക്രമവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ക്രമസമാധാന നില കണക്കിലെടുത്ത് മണിപ്പൂർ അക്രമ കേസുകളുടെ വിചാരണ മണിപ്പൂരിൽ നിന്നും ഗുവാഹട്ടിയിലേക്ക് മാറ്റിയതായി CBI പ്രസ്താവനയിൽ പറഞ്ഞു. തീരദേശ സുരക്ഷാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ പ്രത്യേക ജെട്ടിയുടെ പ്രവർത്തനം വിഴിഞ്ഞം തുറമുഖത്ത് ആരംഭിച്ചു. തീരസംരക്ഷണ സേന ഡയറക്ടർ ജനറൽ പരമേഷ് ശിവമണിയാണ് ഇന്നലെ ഈ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. അറബിക്കടലിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷക്കാറ്റ് ദുർബലമായതിനാൽ ഇനിയുള്ള 2 ദിവസങ്ങളിൽ മഴ സാധാരണ നിലയിലായിരിക്കുമെന്നും മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ശ്രമങ്ങളിലൂടെ ബീഹാറിലെ യുവാക്കളുടെ വിദേശ കുടിയേറ്റം തടയാനും വികസനം വളർത്താനും സാധിച്ചതായി കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. ബീഹാറിലെ ഭോജ്പൂർ ജില്ലയിലെ ആരയിൽ പാർട്ടി റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനമാണ് രാജ്യപുരോഗതിയുടെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 7 ദിവസത്തെ ഫ്രാൻസ് ബെൽജിയം സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പുറപ്പെട്ടു. നിലമ്പൂരിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച വിദ്യാർത്ഥിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രി A. K. ശശീന്ദ്രൻ. 41 കൊല്ലത്തിനു ശേഷം ഇന്ത്യ ബഹിരാകാശത്തേക്ക്. ആക്സിയം 4 ദൌത്യത്തിനായി ഇന്ത്യൻ സഞ്ചാരി ശുഭാംശു ശുക്ലയും സംഘവും മറ്റന്നാൾ പുറപ്പെടും.
കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സ്പെയിനും പോർച്ചുഗലും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.